അഞ്ജു ജോസഫിനെ പേഴ്സണലി അറിയാത്തവർ പോലും അവരുടെ വിവാഹ വാർത്ത കണ്ട് അത്രയും സന്തോഷിച്ചു. പലരും തങ്ങളുടെ പേഴ്സണൽ സന്തോഷം എന്ന നിലയിൽ പോസ്റ്റുകൾ പങ്കിട്ടു. ഈ സന്തോഷ വാർത്ത എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം നൽകുന്നത് എന്ന് അറിയില്ല. അഞ്ജുക്കുട്ട, നിന്റെ ഈ ചിരി സന്തോഷം കാണാൻ നമ്മൾ എന്നും ആഗ്രഹിച്ചു. അതിനി എന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്നിങ്ങനെ 100,000 കമൻറ്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് അഞ്ജുവിൻ്റെ വിവാഹ വാർത്തയെ സെലിബ്രിറ്റികൾ വരെ ആഘോഷമാക്കിയത്. ഒരു സമയത്തെ ഡിപ്രഷൻ്റെ പിടിയിലായിരുന്നു അഞ്ജു. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആലാപനത്തിലും അഭിനയത്തിലും എല്ലാം പൂർവാധികം ശക്തിയോടെ അഞ്ജു എത്തി. ഒരുപാട് സിനിമകളിലൊന്നും പാടിയിട്ടില്ല എങ്കിലും അഞ്ജുവിൻ്റെ ശബ്ദമാധുര്യം എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും മ്യൂസിക് വേദികളിൽ എല്ലാം അഞ്ജു ഉണ്ട്. ഒപ്പം അഞ്ജുവിൻ്റെ സ്വന്തം മ്യൂസിക് ബാൻഡ്സും. അഞ്ജുവിൻ്റെ സുഹൃത്തുക്കൾ എല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു അവരുടെ വിവാഹ ദിവസം. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മൃദുല വാര്യർ അഞ്ജുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുപാട് സന്തോഷം. ഞാൻ ഇമോഷണൽ ആകുന്നു. ആദിത്യോടാണെങ്കിലും അഞ്ജുവിനോടാണെങ്കിലും അത്രയും ബന്ധമുണ്ട്. ചാറ്റ് ചെയ്യുന്നവരാണ്. അഞ്ജുവിനെ എന്തുകൊണ്ടും ചേരുന്ന ആൾ തന്നെയാണ് ആദിത്യ. നമ്മൾ ഈ ദിവസത്തിനായി കാത്തിരുന്നു. കുറേ കാലമായുള്ള ബന്ധമാണ്, പക്ഷെ അടുത്താണ് ഈ റിലേഷൻഷിപ്പിലേക്ക് നീങ്ങിയത് എന്നാണ് മൃദുല പറഞ്ഞത്. അതേസമയം ആദിത്യൻ പറയുന്നത് ഞാൻ വെറും സാധാരണക്കാരനാണ്, സെലിബ്രിറ്റി ഒന്നുമല്ല എന്നാണ്. സാധാരണക്കാരൻ എന്ന ആദിത്യ തന്നെ തുറന്നു പറയുന്നതുമുണ്ട്. എന്നാൽ അഞ്ജുവുമായി അത്രയും മനോഹരമായ ഒരു ബോണ്ട് ആദിത്യക്കുണ്ട്. അത് ഇരുവരും തമ്മിൽ ചേർന്നൊരു ഗാനം ആലപിച്ചപ്പോൾ മനസ്സിലായതാണ്. മാത്രമല്ല, സാധാരണക്കാരൻ എന്ന ആദിത്യ പറഞ്ഞാലും ചില്ലറക്കാരൻ അല്ല ആദിത്യ എന്ന് വ്യക്തം. പ്രമുഖ MNCയിൽ ജോലിയും കലാപരമായ ഏറെ കഴിവുകളുള്ള ആളാണ് ആദിത്യനെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അഞ്ജു ജോസഫ്.